കണിക്കൊന്നകൾ പൂത്തുലയുന്ന മനസ്സിനും മിഴിക്കും ഒരുപോലെ കുളിർമയേകുന്ന മറ്റൊരു വിഷുക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം വിഷു എന്നത് വെറുമൊരു ആഘോഷമല്ല, അത് പുത്തൻ പ്രതീക്ഷകളുടെയും ഉണർവിന്റെയും ഐശ്വര്യപൂർണമായ ഒരു തുടക്കമാണ്. വീട്ടിലൊരുക്കുന്ന വിഷുക്കണിയിൽ സമ്പന്നത മുഴുവൻ നിറയുന്നത് പോലെ വരാനിരിക്കുന്ന ഒരു വർഷക്കാലം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയുണ്ടാകുമെന്നറിയാനുള്ള ആകാംക്ഷ എല്ലാവരിലും ഉണ്ടാകും. 2026 ഈ വിഷു സംക്രമം പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. നക്ഷത്ര ചക്രത്തിലെ ഭാഗ്യശാലികളായ പൂരം നക്ഷത്രക്കാർക്ക് സൗന്ദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും അധിപനായ ശുക്രന്റെ കടാക്ഷം എപ്പോഴുമുണ്ട്. എന്നാൽ കടന്നുപോയ കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച കൈപ്പേറിയ അനുഭവങ്ങൾക്കും തടസ്സങ്ങൾക്കും ഈ വിഷുക്കാലം ഒരു പരിസമാപ്തി കുറിക്കുമോ? 2026 ഏപ്രിൽ മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്താൻ പോകുന്ന ആ ഭാഗ്യ കൈനീട്ടം എത്തരത്തിലുള്ളതാണ്? വിഷുക്കണി ദർശിക്കുമ്പോൾ നാം ആദ്യമായി കാണുന്ന വാൽക്കണ്ണാടി പോലെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ നിങ്ങളുടെ പ്രതിരൂപമാണ് ഈ പ്രവചനം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിലായി പൂരം നക്ഷത്രക്കാർ പലവിധത്തിലുള്ള വെല്ലുവിളികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായ അസ്ഥിരതയോ തൊഴിൽപരമായ അനിശ്ചിതത്വമോ കുടുംബത്തിലെ അസ്വാരസ്യങ്ങളോ നിങ്ങളെ വേട്ടയാടിയിട്ടുണ്ടാകാം. എന്നാൽ 2026 വിഷുപക്ഷിയുടെ പാട്ടിന് ഒരു പുതിയ താളമുണ്ട്. അത് വിജയത്തിൻ്റെതാണ്, അതിജീവനത്തിൻ്റെതാണ്. പൂരം നക്ഷത്രം ആഡംബരത്തെയും കലാപരമായ അഭിരുചികളെയും പ്രതിനിധീകരിക്കുന്നു. 2026 പ്രകൃതി ഒരുക്കുന്ന ഈ വലിയ മാറ്റം നിങ്ങളുടെ വ്യക്തിത്വത്തിലും തൊഴിലിലും പ്രകടമാകും. ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ നിറയുന്നതായും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ വേഗത്തിൽ നടപ്പിലാകുന്നതായും നിങ്ങൾക്ക് അനുഭവപ്പെടും. കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കാതെ പോയവർക്ക് ഈ വിഷുവിന് ശേഷം പ്രപഞ്ചം വലിയൊരു സമ്മാനം കാത്തുവച്ചിട്ടുണ്ട്. 2026 വിഷുഫലത്തിലൂടെ നാം പരിശോധിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത, തൊഴിൽപരമായ ഉയർച്ചകൾ, കുടുംബ ബന്ധത്തിലെ ഇണക്കങ്ങൾ, ആത്മീയമായ ഉണർവ് എന്നിവയെക്കുറിച്ചാണ്. നക്ഷത്രങ്ങളുടെ ഗതിവിഗതികളെക്കുറിച്ചുള്ള സങ്കീർണമായ വിവരങ്ങളില്ലാതെ ലളിതമായി എന്നാൽ ആഴത്തിൽ നിങ്ങളുടെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ നമുക്കിവിടെ വിശകലനം ചെയ്യാം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വിഷുക്കാലം നൽകുന്ന സന്ദേശം ഇതാണ്. ആത്മവിശ്വാസത്തോടെയും നിറഞ്ഞ പുഞ്ചിരിയോടെയും ഈ പുതിയ വർഷത്തെ വരവേൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ 2026 വിഷു നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ അധ്യായമായി മാറുമെന്നതിൽ തർക്കമില്ല. ഇനി നമുക്ക് സാമ്പത്തികം, തൊഴിൽ, കുടുംബം തുടങ്ങി ഓരോ മേഖലകളിലുമുള്ള വിശദമായ ഫലങ്ങളിലേക്ക് കടക്കാം. 2026 വിഷുഫലം അനുസരിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ മിശ്രഫലമാണ് പ്രതീക്ഷിക്കേണ്ടത്. എങ്കിലും സാമ്പത്തികപരമായ അടിത്തറ ഭദ്രമാക്കാൻ ആവശ്യമായ അവസരങ്ങൾ വന്നുചേരും. വരുമാനത്തിൽ വർധനവുണ്ടാകും. പുതിയ സ്രോതസ്സുകളിൽ നിന്ന് പണം വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ അപ്രതീക്ഷിത ചെലവുകളും വന്നുചേരാം. വീട് നവീകരിക്കാനോ വാഹനങ്ങൾ വാങ്ങാനോ ഉള്ള ആഗ്രഹം ഈ വർഷം നടപ്പിലാക്കാൻ സാധിക്കും. മുൻപത്തെ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കുന്ന സമയമാണിത്. ഓഹരി വിപണിയിലോ വസ്തുവകകളിലോ നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വർഷം അനുകൂലമാണ്. എന്നാൽ മറ്റൊരാളുടെ വാക്കുകേട്ട് എടുത്തുചാടി നിക്ഷേപം നടത്തരുത്. 2026 സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള കാലയളവ് സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. പഴയ കടങ്ങൾ വീട്ടി തീർക്കാൻ സാധിക്കും. സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് വഴി ഭാവിയിലേക്കുള്ള നീക്കിയിരിപ്പ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ലോണുകൾക്കായി അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അത് അനുവദിച്ചു കിട്ടും. ആഡംബര വസ്തുക്കൾക്കായി അമിതമായി പണം ചെലവഴിക്കുന്ന സ്വഭാവം നിയന്ത്രിക്കണം. ശുക്രന്റെ സ്വാധീനമുള്ളതുകൊണ്ട് തന്നെ പണം ചെലവാക്കുന്നതിൽ നിങ്ങൾ ഒട്ടും പിന്നിലായിരിക്കില്ല. എന്നാൽ 2026 സമ്പാദ്യത്തിന് മുൻഗണന നൽകുന്നത് ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന വർഷമാണ് 2026. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതിനൊപ്പം നിങ്ങളുടെ കഴിവിനുള്ള അംഗീകാരവും ലഭിക്കും. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരുടെ പ്രീതി പിടിച്ചുപറ്റാൻ സാധിക്കും. എന്നാൽ സഹപ്രവർത്തകരിൽ നിന്ന് ചില മത്സരങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഔദ്യോഗികമായി യാത്രകൾ വർദ്ധിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് 2026 വിഷുവിന് ശേഷം അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പൂരം നക്ഷത്രക്കാർക്ക് ഇത് മികച്ച സമയമാണ്. പങ്കാളിത്ത കച്ചവടത്തെക്കാൾ സ്വന്തം നിലയിൽ ചെയ്യുന്ന ബിസിനസ്സുകളിൽ കൂടുതൽ വിജയം കാണും. കല, വസ്ത്രം, ആഭരണം, ഭക്ഷണം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ലാഭം കൊയ്യാൻ സാധിക്കും. പൂരം നക്ഷത്രം കലയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ സിനിമ, സംഗീതം, സാഹിത്യം എന്നീ മേഖലകളിലുള്ളവർക്ക് മികച്ച അവസരങ്ങളും പ്രശസ്തിയും തേടിവരും. സർഗാത്മകമായ കഴിവുകൾ പുറത്തെടുക്കാൻ സാധിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. മികച്ച ശമ്പളത്തോടു കൂടിയ ജോലി ലഭിക്കാൻ ഈ വർഷം സാധ്യതയുണ്ട്. അഭിമുഖങ്ങളിൽ വിജയിക്കാൻ പ്രത്യേക പരിശ്രമം ആവശ്യമാണ്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഒരു വർഷമായിരിക്കും ഇത്. എങ്കിലും ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. പങ്കാളിയുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന ചെറിയ അസ്വാരസ്യങ്ങളെ സ്നേഹപൂർവ്വം പരിഹരിക്കാൻ ശ്രമിക്കണം. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടി വരും. ദീർഘകാലമായി കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്തോഷ വാർത്ത കേൾക്കാൻ സാധിക്കുന്ന വർഷമാണിത്. മാതാപിതാക്കളുടെ അനുഗ്രഹവും പിന്തുണയും എപ്പോഴും കൂടെയുണ്ടാകും. സഹോദരങ്ങളുമായുള്ള ബന്ധം ദൃഢമാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്.
ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന പിണക്കങ്ങൾ മാറി ഐക്യമുണ്ടാകും. ബന്ധുജനങ്ങൾക്കിടയിലും സമൂഹത്തിലും നിങ്ങളുടെ മാന്യത വർദ്ധിക്കും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് എല്ലാവരാലും പ്രശംസിക്കപ്പെടും. അവിവാഹിതരായ പൂരം നക്ഷത്രക്കാർക്ക് വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും. പ്രണയിക്കുന്നവർക്ക് അത് വിവാഹത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കാനും അവ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താനും സാധ്യതയുണ്ട്. നിങ്ങളുടെ ആകർഷണ ശക്തി വർദ്ധിക്കുന്ന സമയമായതിനാൽ പ്രണയകാര്യങ്ങളിൽ അനുകൂലമായ പ്രതികരണങ്ങൾ ലഭിക്കും. 2026 ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ജോലിഭാരവും മാനസിക സമ്മർദ്ദവും ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമായേക്കാം. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ഉദര രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. കൃത്യസമയത്തുള്ള ഭക്ഷണം ശീലമാക്കുക. കണ്ണ്, ഹൃദയം എന്നിവയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ ഉള്ളവർ കൃത്യമായ പരിശോധനകൾ നടത്തണം. അമിതമായ ചിന്തകൾ ഉറക്കമില്ലായ്മയ്ക്ക് കാരണമായേക്കാം. യോഗ, ധ്യാനം എന്നിവ ശീലിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും. കൃത്യമായ വിശ്രമം എടുക്കാൻ മറക്കരുത്. ദീർഘദൂര യാത്രകളിൽ ജാഗ്രത പാലിക്കണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അമിത വേഗത ഒഴിവാക്കുക. ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന വർഷമായിരിക്കും 2026. ലൗകിക സുഖങ്ങളെക്കാൾ മാനസികമായ സമാധാനത്തിനായി നിങ്ങൾ സമയം കണ്ടെത്തും. പ്രധാനപ്പെട്ട ക്ഷേത്ര ദർശനങ്ങൾ നടത്താനും പുണ്യനദികളിൽ സ്നാനം ചെയ്യാനും അവസരം ലഭിക്കും. കുടുംബസമേതമുള്ള തീർത്ഥയാത്രകൾ മനസ്സിന് കുളിർമയേകും. മറ്റുള്ളവരെ സഹായിക്കുന്നത് വഴി വലിയൊരു ആത്മസംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കും. അന്നദാനം പോലുള്ള പുണ്യപ്രവർത്തികളിൽ പങ്കാളികളാകാൻ സാധിക്കും. ഇഷ്ടദേവതാ പ്രാർത്ഥനകൾ മുടങ്ങാതെ നടത്തുന്നത് തടസ്സങ്ങളെ അതിജീവിക്കാൻ സഹായിക്കും. ജാതകവശാലുള്ള ദോഷങ്ങൾ കുറയ്ക്കാൻ പ്രാർത്ഥനയിലൂടെ സാധിക്കും. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങി അഡ്മിഷൻ ലഭിക്കും. ഗവേഷണ രംഗത്തുള്ളവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയിക്കാൻ കഠിനാധ്വാനം ആവശ്യമാണ്. ഏകാഗ്രതയോടെ പഠിച്ചാൽ ആഗ്രഹിച്ച ഫലം ലഭിക്കും. കലാപരമായ പഠനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ വർഷം സുവർണ കാലമാണ്. പുതിയ വാഹനം വാങ്ങാൻ യോഗമുണ്ട്. വസ്തു സംബന്ധമായ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും. പുതിയ വീട് പണിയാനോ വസ്തു വാങ്ങാനോ ഉള്ള ശ്രമങ്ങൾ വിജയിക്കും. നിങ്ങൾ അറിയാതെ തന്നെ ചില ശത്രുക്കൾ ഉണ്ടായേക്കാം. എന്നാൽ നിങ്ങളുടെ സത്യസന്ധതയും കഠിനാധ്വാനവും അവരെ പരാജയപ്പെടുത്താൻ സഹായിക്കും. അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും സാധിക്കും. സുഹൃത്തുക്കളിൽ നിന്ന് വലിയ സഹായങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക കാര്യങ്ങളിലും സമയക്രമത്തിലും അച്ചടക്കം പാലിക്കുക. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം നിയന്ത്രിക്കണം. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. പൂരം നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനായതുകൊണ്ട് വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് ശുഭകരമാണ്. ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ്. പാവപ്പെട്ടവർക്ക് വസ്ത്രമോ ഭക്ഷണമോ നൽകുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. പ്രകൃതിദത്തമായ ഭക്ഷണ രീതികൾ പിന്തുടരുക. ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുള്ള നക്ഷത്രമായതിനാൽ സാമ്പത്തികമായി ഇവർ ഉയർച്ചയിലെത്തും. സിനിമ, സംഗീതം, മോഡലിംഗ്, ഫാഷൻ ഡിസൈനിംഗ് തുടങ്ങിയ മേഖലകളിൽ ഇവർ ശോഭിക്കും. സൂര്യന്റെ രാശി ആയതിനാൽ രാഷ്ട്രീയം, ബിസിനസ് മാനേജ്മെന്റ് എന്നിവയിൽ ഇവർ തിളങ്ങും. മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതിലും ഇവർ മിടുക്കന്മാരാണ്. പൂരം നക്ഷത്രം പ്രണയത്തിന്റെ നക്ഷത്രമാണ്. പങ്കാളിയോട് വളരെ ആത്മാർത്ഥത പുലർത്തുന്നവരാണ് ഇവർ. എന്നാൽ തന്റെ പങ്കാളി തനിക്ക് വേണ്ട പ്രാധാന്യം നൽകുന്നില്ലെന്ന് തോന്നിയാൽ ഇവർ പെട്ടെന്ന് നിരാശരാകും. കുടുംബത്തിന് വലിയ വില നൽകുന്ന ഇവർ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിലും വലിയ ശ്രദ്ധ പുലർത്തുന്നു. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 വിഷുഫലം ശുഭസൂചകമാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മുന്നേറ്റമുണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. തടസ്സങ്ങൾ വന്നാലും അവയെ ധീരമായി നേരിടാനുള്ള മനക്കരുത്ത് നിങ്ങൾക്കുണ്ടാകും. കുടുംബത്തിന്റെ പിന്തുണയും ആത്മീയമായ ചിന്തകളും നിങ്ങളെ നേർവഴിക്ക് നയിക്കും. ഈ വർഷം നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ ബലം ലഭിക്കുമെന്നതിൽ സംശയമില്ല. മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും അവസരങ്ങളെ വിവേകത്തോടെ ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഐശ്വര്യപൂർണമായ ഒരു വിഷുക്കാലം നേരുന്നു.